ഹായ് ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്. നമസ്കാരം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ നിങ്ങളെപ്പറ്റിയുള്ള രാത്രികാല ചിന്തകൾ എന്തൊക്കെയാണ്? ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് റെസൊനേറ്റ് ചെയ്യും. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യം നമുക്ക് നിങ്ങളുടെ ബന്ധത്തിന്റെ ഒരു കറന്റ് സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാം. ദ കറന്റ് സ്റ്റാറ്റസ് ഓഫ് ദിസ് റിലേഷൻഷിപ്പ്. ഇവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് കാർഡ് സൂചിപ്പിക്കുന്നത് ബന്ധത്തിലൊരു ജെന്യുവനായിട്ടുള്ളൊരു തുടക്കം അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ളൊരു സാധ്യത ഒരു കാലത്തുണ്ടായിരുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. പാസ്റ്റ് എനർജിയാണ്. അതായത് നിങ്ങളുടെ ബന്ധത്തിൽ ആദ്യകാലത്തുണ്ടായിരുന്ന ആ ഒരു സന്തോഷം, സമാധാനം, ഇതിനെയെല്ലാം സൂചിപ്പിക്കുന്നു. കിങ് ഓഫ് പെന്റക്കിൾസ് ഇതിലൊരു വളരെ പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന, സ്ഥിരതയോട് കൂടിയ ഒരു ബന്ധത്തെ നോക്കിക്കണ്ടിരുന്ന, കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ലോങ് ടേം പൊട്ടൻഷ്യലൊക്കെ കണ്ടിരുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഈ കാണിക്കുന്നത്. അതായത് വെറും ഒരു ടൈം പാസ് ലവ് ആയിട്ടല്ല ഈ ഒരു ബന്ധത്തെ നിങ്ങൾ കണ്ടിരുന്നത് എന്ന് കാണിക്കുന്നു. വളരെ കാലം ഒരുമിച്ച് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് തുടങ്ങിയ ഒരു ബന്ധം. നെക്സ്റ്റ് വന്നിരിക്കുന്ന 4 ഓഫ് വാണ്ട്സ് കാർഡ് സൂചിപ്പിക്കുന്നതും നിങ്ങൾ തമ്മിലുള്ള ഒരു സന്തോഷത്തെയും സ്റ്റെബിലിറ്റിയും ഒരുമിച്ച് ജീവിക്കാനുള്ള ആഗ്രഹത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. സെലിബ്രേഷൻ എനർജി. സൺ കാർഡ് സൂചിപ്പിക്കുന്നത് ഈ ഒരു ബന്ധം ഒരുപാട് സന്തോഷവും ക്ലാരിറ്റിയും ഒക്കെ നൽകിയിരുന്ന ഒരു ബന്ധമായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു ബന്ധം വന്നിരിക്കുന്നത് വെറുമൊരു കാഷ്വൽ ലവ് ആയിട്ട് തന്നെ അല്ല. നിങ്ങൾ രണ്ടുപേരും ഒരുപാട് എഫേർട്ട് ഇട്ട ഒരു ബന്ധം. അവിചാരിതമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വന്ന, വളരെ പെട്ടെന്ന് നിങ്ങളുടെ ഒരു ലോകമായി മാറിയ ഒരു വ്യക്തി. ആ ഒരു എനർജിയാണ് ഈ ഒരു സ്പ്രെഡിൽ കാണിക്കുന്നത്. പരസ്പരം ഒരു കെയറിങ്ങും പ്രൊട്ടക്ഷനും ഒക്കെ ആയിരുന്ന ഒരു ബന്ധം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ബന്ധത്തിന്റെ ഒരു നേച്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഒരു ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. രാത്രികാല ചിന്തകൾ. ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് കിങ് ഓഫ് വൺസ് ആണ്. അവർ നിങ്ങളെ ഇന്നും വളരെ അട്രാക്റ്റീവായ, വളരെയേറെ ആത്മവിശ്വാസമുള്ള, കോൺഫിഡൻ്റ് ആയ, ഒരു മെമ്മറബിൾ ആയ ആളായിട്ട് തന്നെ കാണുന്നു. ഇതെല്ലാം ഒരു മെമ്മറി അല്ലെങ്കിൽ ഒരു ഓർമ്മയുടെ കാർഡുകളാണ് ഈ വന്നിരിക്കുന്നത് മൊത്തം. ഒരു കാലത്ത് ഒരുപാട് സംസാരിച്ചിരുന്ന നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സംസാരിക്കാറില്ല, അല്ലേ? ഒരു നോ കോണ്ടാക്ട് എനർജി. ഒരു ബ്രേക്കപ്പ് ആയതിനു ശേഷം പരസ്പരം മറക്കാൻ നിങ്ങൾ രണ്ടുപേരും മാക്സിമം ശ്രമിക്കുന്നുണ്ടായിരിക്കാം. പകലൊക്കെ സുഹൃത്തുക്കൾക്കൊപ്പം നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോബിൽ വ്യാപൃതമാകുമ്പോഴോ ഒക്കെ അതിന് സാധിക്കുന്നുണ്ടാകും ഒരു പരിധി വരെ. പക്ഷേ ഒരു ലേറ്റ് നൈറ്റ് ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ രണ്ടുപേർക്കും ഒരേ എനർജിയാണ് മിസ്സിങ്. രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കും. അവൻ അല്ലെങ്കിൽ അവൾ ഇപ്പോൾ എങ്ങനെയായിരിക്കും? ഞാനില്ലാതെ ഓക്കെ ആയിരിക്കുമോ? എന്നെ ഓർക്കാറുണ്ടോ? ഇങ്ങനെ 1000 ചിന്തകൾ. നെക്സ്റ്റ് വന്നിരിക്കുന്ന നൈറ്റ് ഓഫ് സോർട്സ് കാർഡ് സൂചിപ്പിക്കുന്നത് പെട്ടെന്നുണ്ടാകുന്ന ഓർമ്മകളെയാണ്. റെസ്റ്റ്ലെസ് ആയിട്ടുള്ള മൈൻഡ്, 1000 ക്വസ്റ്റ്യൻസ് എന്നിവ സൂചിപ്പിക്കുന്നു. നിങ്ങളെപ്പറ്റി ഓർക്കുമ്പോഴെല്ലാം ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർക്ക് ചോദിക്കാനുണ്ട്, പക്ഷെ ഒന്നിനും ഉത്തരമില്ല. ചിലപ്പോഴൊക്കെ ആ പഴയ ഒരു മെമ്മറീസിലേക്ക് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സംഭാഷണം, കോൺവെർസേഷൻ, മെസ്സേജ് അയക്കണോ എന്ന് പെട്ടെന്ന് തോന്നുന്ന ചിന്തകൾ. അതായത് നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാനുള്ളൊരു ഇമ്പൾസീവായിട്ടുള്ള ഡിസിഷൻ. പക്ഷേ ഈ ഇമ്പൾസീവ് ഡിസിഷൻ ആയതുകൊണ്ട് തന്നെ ആക്ഷൻ എടുക്കും എന്ന് കാണിക്കുന്നില്ല. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ദ എംപ്രസ് കാർഡാണ്. ഈ റീഡിങ്ങിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ കാർഡാണ് എംപ്രസ് കാർഡ്. ഈ എംപ്രസ് എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങളെ അങ്ങേയറ്റം അവർ വിലമതിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ആ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അതവർ ശരിക്കും മനസ്സിലാക്കുന്നു. ഈ ഒരു സമയം നിങ്ങളുടെ പ്രയോറിറ്റികൾ പോലും മാറ്റിവെച്ച്, നിങ്ങൾക്ക് കിട്ടിയ മറ്റ് ലവ് ഓഫറുകളെല്ലാം തന്നെ മാറ്റിവെച്ച് അവരെ കുഞ്ഞുങ്ങളെ പോലെ നച്യൂർ ചെയ്ത, കെയർ ചെയ്ത ഒരു ലവിങ് എനർജിയായിട്ട് തന്നെ അവരിപ്പോൾ ഓർക്കുന്നു. ഇതൊരു റൊമാൻറ്റിക് എനർജി തന്നെയാണ്. ഒരുപാട് സ്നേഹം മനസ്സിൽ തോന്നുന്ന ഒരു സമയം. ഇതൊരു മാനിഫെസ്റ്റേഷൻ റീഡിംഗ് പോലെ തോന്നുന്നു. നിങ്ങളിപ്പോൾ ഈ ഒരു റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയം അവർ നിങ്ങളെപ്പറ്റിയും ഓർക്കുന്നുണ്ടാവാം. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ദ മജിഷ്യൻ കാർഡാണ്. ഈ ഒരു ലവ് കണക്ഷൻ വീണ്ടും തുടങ്ങാമോ? ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നതിനെ പറ്റിയൊക്കെ അവർ ആലോചിക്കുന്നു. ഇതൊരു പോസിബിലിറ്റി തോട്ട്സ് ആണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, മജിഷ്യൻ കാർഡ് എന്ന് പറയുന്നത് ഒരു ചിന്തിക്കുന്ന കാർഡാണ്, തോട്ട് കാർഡ്. ഒരു ആക്ഷൻ ഇല്ല, ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ വ്യക്തി അധികമൊന്നും ഓപ്പണായിട്ട് പറയാത്ത, ചില കാര്യങ്ങളെല്ലാം മനസ്സിൽ ഒളിപ്പിക്കുന്ന, എന്നാൽ ചില സമയങ്ങളിൽ അല്പം ഒരു ഇൻട്രോവേർട്ടൊക്കെ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അങ്ങനെയുള്ളവർ ഡിസിഷൻ എടുക്കാൻ ഒരുപാട് വൈകും. ഈ ഒരു ബന്ധത്തിന്റെ ഒരു ഫ്യൂച്ചർ ഔട്ട്കം കാർഡായിട്ട് വന്നിരിക്കുന്നത് കിങ് ഓഫ് സോർട്സ് ആണ്. ഭാവിയിലൊരു ക്ലാരിറ്റി വരും എന്നതിനെ സൂചിപ്പിക്കുന്നു. അതായത് ഒരു ഇമോഷൻസിനേക്കാളെല്ലാം തന്നെ ലോജിക്കിന് പ്രാധാന്യം വരും. ആ ഒരു സമയം മെച്ചുവേർഡായിട്ടുള്ള ഒരു ഡിസിഷൻ, ഒരു തീരുമാനം നിങ്ങളുടെ ബന്ധത്തിൽ വരും എന്ന് കാണിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ വന്നാൽ പോലും അത് വളരെ കൺട്രോൾഡ് ആയിരിക്കും. പഴയ ഒരു ആളായിരിക്കത്തില്ല. കുറേയേറെ നാളായിട്ട് നിങ്ങൾ നോ കോണ്ടാക്റ്റിലാണെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും വ്യക്തികൾ മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ഇതൊരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു റീയൂണിയൻ എനർജി എന്നതിനേക്കാൾ ഈ ഒരു ബന്ധത്തിന്റെ യഥാർത്ഥ സാധ്യത എന്താണ് യഥാർത്ഥ സത്യം എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം എന്നതിനെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള ഒരു വളരെ നല്ലൊരു ബന്ധത്തിലേക്ക് ഒരു തേർഡ് പാർട്ടി എനർജി അല്ലെങ്കിൽ അങ്ങനെ വേറെ എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ
സിറ്റുവേഷൻ വളരെ വർസ്റ്റായിട്ടാണ് അത് കൈകാര്യം ചെയ്തു പോയിട്ടുള്ളത് എങ്കിൽ ആ ഒരു വഴക്കിനിടയിൽ പറഞ്ഞിട്ടുള്ള ചില ഹാർഷായിട്ടുള്ള വാക്കുകൾ അതൊക്കെ ഒന്ന് മറന്ന് അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ഹീലായി എന്തൊക്കെയാണ് സംഭവിച്ചതെന്നൊക്കെ മനസ്സിലായി ഇവാലുവേറ്റ് ചെയ്ത് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഒരു 1 ഇയറിന് മുകളിലായിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള റീഡിംഗ് അല്ല ഇത്. ഒരു കാലത്ത് ഒരുപാട് സ്നേഹമുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ അതുണ്ടോ എന്നറിയണം. ഒരുപാട് സ്നേഹിച്ചിരുന്ന ആളുകൾ തമ്മിൽ അങ്ങനെ ഇങ്ങനെയൊന്നും പിരിഞ്ഞിരിക്കില്ല. മാക്സിമം പോയാൽ ഒരു 1 മന്ത് അല്ലെങ്കിൽ ഒരു 3 മന്ത്സ്. എത്ര വിപരീതമായിട്ടുള്ളൊരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ചവർ തമ്മിൽ പിരിഞ്ഞിരിക്കാനാവില്ല. കൂടെയുള്ളയാൾ എത്രത്തോളം നമ്മളെ സ്നേഹിച്ചിരുന്നു, എത്രത്തോളം വിശ്വസിച്ചിരുന്നു, നമ്മളില്ലാതെ ആയിക്കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി എന്തുമാത്രം വിഷമിക്കും എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ ആ ഒരു വ്യക്തിയുടെ സ്നേഹത്തെ ഒരു കാരണവശാലും പരീക്ഷണത്തിന് വിട്ടുകൊടുക്കില്ല. ഇപ്പോൾ കാത്തിരിപ്പ് എന്ന് പറയുന്നത് ബന്ധങ്ങളിലെ പരീക്ഷണമാണ്. ഞാനില്ലാതെ നീ ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം എന്ന് പരീക്ഷിക്കുന്ന കാലഘട്ടം. വർഷങ്ങളോളം സ്നേഹിക്കുന്ന വ്യക്തിയെ കാത്തിരുത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരാളുടെ സ്നേഹമെന്ന വീക്ക് പോയിന്റ് ഒക്കെ മനസ്സിലാക്കി അത് വെച്ച് അവരോട് വിലപേശുക. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെങ്കിലും മനസ്സിലാക്കുക, ഒരു 1 ഇയർ കഴിഞ്ഞിട്ടുള്ള ഒരു കാത്തിരിപ്പ് എന്നത് ഒരു ബന്ധത്തിന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്നു. അതാണ് നിങ്ങളുടെ സാഹചര്യമെങ്കിൽ ജീവിതത്തിൽ നിന്ന് ഒരു യു-ടേൺ എടുക്കാൻ സമയമായി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ സെൽഫ് വർത്ത് എന്താണെന്ന് മനസ്സിലാക്കി അത് വീണ്ടും ഇംപ്രൂവ് ചെയ്യാനുള്ള എനർജി കൊടുക്കുക. നീണ്ട കാത്തിരിപ്പ് എനർജിയിൽ നിന്നും വിഡ്രോ ആവുക. ഈ ഒരു റീഡിങ്ങിന്റെ എനർജി കാണിക്കുന്നത് ഈ ഒരു അടുത്ത കാലത്ത് ബ്രേക്കപ്പ് ആയി പോയ ചില ആളുകളുടെ എനർജിയാണ് ഇവിടെ കൂടുതലും വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു 3 മന്ത്സിനകത്ത് തന്നെ ഒരു റീയൂണിയൻ പോസിബിലിറ്റി കാണിക്കുന്നുണ്ട്. ഒരു റീയൂണിയനിലേക്ക് വരുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കാതെ സമാധാനമായി നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ എനർജിയെ പറ്റി സംസാരിക്കുക. ഒരു സ്റ്റെബിലിറ്റി തരാൻ കെൽപ്പുള്ള ഒരു പാർട്ണറാണ് നമുക്ക് കിട്ടുന്നത് എങ്കിൽ പകുതി നമ്മളുടെ ഒരു ഓവർ തിങ്കിങ് അവിടെ ഒഴിവായി കിട്ടും. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു റീഡിംഗ് മെസ്സേജസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ മെസ്സേജ് റെസൊണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ച യൂണിവേഴ്സിന് നന്ദി പറയുക. ഈ ഒരു റീഡിങ്ങിൽ പറഞ്ഞിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നെഗറ്റീവായതും നിങ്ങളെ എപ്പോഴും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദ സുപ്രീം പവർ അതായത് ഡിവൈന് മുമ്പിൽ സറണ്ടർ ചെയ്യുക. എത്രത്തോളം നിങ്ങൾ വിശ്വസിച്ച് ഈ ഒരു യൂണിവേഴ്സിന് മുമ്പിൽ നിങ്ങളുടെ സങ്കടങ്ങൾ സറണ്ടർ ചെയ്യുന്നുവോ അത്രത്തോളം ഈ ഒരു യൂണിവേഴ്സ് നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളും. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഈ ഒരു മെസ്സേജ് റെസൊണേറ്റ് ചെയ്യില്ല. ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് മെസ്സേജ് ഉൾക്കൊള്ളുക. ഫോഴ്സ്ഫുള്ളി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ മാത്രമായിട്ടുള്ള പേഴ്സണൽ റീഡിങ്ങിനായി പേഴ്സണൽ റീഡിങ്ങിനുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ദയവായി മെസ്സേജ് അയയ്ക്കുക. കോൾ ചെയ്താൽ എപ്പോഴും ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് ദയവായി മെസ്സേജ് ഇടാൻ ശ്രദ്ധിക്കുക. പേഴ്സണൽ റീഡിങ്ങിന് അതിൻ്റെതായിട്ടുള്ള പേയ്മെൻ്റ് ഉണ്ട്. ആ ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പേയ്മെന്റ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ അയച്ചു തരുന്നതായിരിക്കും. പേഴ്സണൽ റീഡ് എടുക്കുന്നതിന് മുമ്പ് ടാരോട്ട് റീഡ് എന്താണെന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ഇതൊരു എനർജി റീഡിംഗ് ആണ്. വെറുതെ 1-2 കാർഡുകൾ എടുത്ത് വെറുതെ കഥകൾ പറയുക എന്നുള്ളതല്ല ഒരു പ്രൊഫഷണൽ ടാരോട്ട് റീഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും നക്ഷത്രവും ഒക്കെ വെച്ചിട്ട് ഇപ്പോഴുള്ള ഒരു ഗ്രഹസ്ഥിതിയും കാര്യങ്ങളും എല്ലാം തന്നെ ഇവാലുവേറ്റ് ചെയ്ത് അതിനോട് ചേർന്നുള്ള പേഴ്സണൽ റീഡിംഗ് ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ദിവസേനയുള്ള പ്രത്യേക പ്രാർത്ഥനകളിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുന്നതിനായി പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യാവുന്നതാണ്. തീർച്ചയായും നിങ്ങളെ എൻ്റെ പ്രത്യേക പ്രാർത്ഥനയിൽ എല്ലാം തന്നെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ഒരു റീയൂണിയൻ നടന്ന് സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടാകുമാറാകട്ടെ എന്ന് ഈ ഒരു ഡിവൈൻ എനർജിയോട് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു യൂണിവേഴ്സ്.